ഹലോ. അപ്പം ഇന്ന് സദ്യ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ്ടത്. വേറൊന്നുമല്ല, ഒരു കല്യാണം കിട്ടുന്നു. അപ്പോൾ അതിന് സദ്യയാണ് ഫുഡ് എന്ന് പറഞ്ഞപ്പോൾ വേഗം പോവാണ് കേട്ടോ. സമയം 1:30 ആയിന് കേട്ടോ. അപ്പം എന്താ പറയുക, നല്ല വെയിലുണ്ട് കേട്ടോ. അതിനത്ര ദൂരമൊന്നുമില്ല വീട്ടിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ട്. അപ്പം പെട്ടെന്ന് ബൈക്കുമ്പോൾ പോയി വരാമെന്ന് കരുതിയിട്ട് പോയതായിരുന്നു കേട്ടോ. അപ്പോൾ അത് അവിടുത്തെ സദ്യ ആയിരുന്നു. അതിൻ്റെ വീഡിയോസ് കാര്യങ്ങളൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ. കാരണം സദ്യൻ്റെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അതാണ് യാഥാർത്ഥ്യം. എന്താ പറയുക, ഒരു സീറ്റും ഒരാളെ എണീക്ക കാത്തിരിക്കുക വരിക്ക് ഇങ്ങനെ ക്യൂ നിൽക്കുക കേട്ടോ ആളുകൾ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ വീഡിയോസൊക്കെ എടുക്കണ മോശമല്ല എന്നല്ല, പിന്നെ തിരക്കോണ്ടിരിക്കാനും കഴിയില്ല കേട്ടോ. അപ്പം ഞാൻ നല്ല തിരക്കുള്ള സമയത്തായിരുന്നു കേട്ടോ ഞാൻ എത്തിയതും. അപ്പം വീഡിയോസൊന്നും വേണ്ടാന്നൊക്കെ കരുതിട്ടോ. അപ്പം സദ്യയൊക്കെ കഴിച്ച് അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പം മക്കൾക്കൊന്നും പൊന്നൂനും പിന്നെയും കുഴപ്പമില്ല, യായൂനും ദുവക്കൊന്നും തീരെ ഇഷ്ടമായില്ല കേട്ടോ. ഓരൊക്കെ എന്താ ഇപ്പോൾ ഇത് വെറും ചോറ് എന്നും വീട്ടിൽ നിന്ന് കഴിക്കുന്ന ചോറ് തന്നെയല്ലേ ഇതെന്നൊക്കെ പറഞ്ഞിട്ട് യായി ഇരിക്കുകയാണ് കേട്ടോ. അവന് സീറ്റ് വേണമെന്ന് പറയും. പിന്നെ എക്സ്ട്രാ ഒരു സീറ്റ് ഇട്ടതാണ് കേട്ടോ. ഫുഡൊന്നും കഴിച്ചില്ല കേട്ടോ. എന്നാലും ഇരുത്തം കണ്ടാൽ വിചാരിച്ച് നല്ല ഫുഡൊക്കെ കഴിക്കുന്നതാണ്. എന്താണ് ചിരിയാ വീഡിയോസ് എടുക്കണത് കണ്ടപ്പോൾ. പക്ഷേ ഫുഡൊന്നും കഴിച്ചില്ല കേട്ടോ. ഒരു അര ഗ്ലാസ് പായസം കുടിച്ചിട്ടോ. പായസം ഇഷ്ടമാണ് കേട്ടോ അവന്. അപ്പോൾ ഇത് തിരിച്ച് പോകണത് നല്ല കയറ്റാണ് കേട്ടോ. ഹസ്ബൻഡ് ഇത് എടുത്ത് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ സദ്യ കഴിച്ച് എങ്ങോട്ട് കയറി തിരിച്ച് പോരുകയാണ് കേട്ടോ. പിന്നെന്താ പറയുക, ഉപ്പനുണ്ടാ പിന്നെന്താണ്, ഇന്നൊന്നും വേണ്ട, അപ്പോൾ അങ്ങനെ നടന്നോളൂ കേട്ടോ. ദോമോക്ക് എന്തൊക്കെയൊക്കെ പ്രശ്നങ്ങൾ. അപ്പോൾ ഇതാ തിരിച്ച് വീട്ടിലേക്ക് പോരാണ് കേട്ടോ. പെട്ടെന്ന് പോന്നു കേട്ടോ. പെട്ടെന്ന് പറഞ്ഞാൽ വലിയ ഇതൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇനി വേഗം പോന്നു കേട്ടോ. ഞാൻ ആളുകളൊന്നും അങ്ങനെ കാണാനൊന്നുമില്ലേ, ഹിന്ദുസിൻ്റെ കല്യാണമായിരുന്നു. അപ്പം വേഗം പോയി പോരാന്ന് കരുതിയിട്ട് പിന്നെ അങ്ങനെ തിരിച്ചിതാ വീട്ടിലേക്ക് പോരട്ടെ. മക്കൾ വേറെ വണ്ടിയിൽ പോയിട്ടോ. അപ്പോൾ ഞാനും ഹസ്ബൻഡും യായും മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിൽ. അങ്ങനെ അതാ ഇന്നത്തെ പരിപാടി സദ്യയും കഴിച്ചു. ഈ ഏപ്രിൽ മാസത്തെ ഈ വെക്കേഷനിൽ ഒരുപാട് കല്യാണങ്ങളും പരിപാടികളും സൽക്കാരങ്ങളും കുടിയിരിക്കലുകളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഓരോ ദിവസം ഓരോരോ. അപ്പോൾ നിങ്ങൾ കരുതി എന്താ ഇപ്പം എന്നും പരിപാടിയാണല്ലോ അതെ, ഈ വെക്കേഷനിൽ ഒരുപാട് പരിപാടി. എന്നാലും ഞാൻ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. അല്ല, മിസ്സാക്കിന് കേട്ടോ. അല്ലെങ്കിൽ എത്ര ദിവസം കൊണ്ടൊന്നും കഴിയില്ല കേട്ടോ. അങ്ങനെ നമ്മളെ ഗേറ്റ് കടന്നതാ ഉള്ളിലേക്ക് പോകാൻ കേട്ടോ. അവിടെ പൊന്നു ദുബി ആദ്യം എത്തിട്ടോ. പിന്നെ മിഷു മക്കളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ഫൈനലി വീട്ടിലേക്ക് എത്തിട്ടോ. അപ്പോൾ ഓക്കെ ഗൈസ്, ഇനി പോയിട്ടൊരു കിടത്തം, അതാണ് വേണ്ടിയത്.